ഇറാനുമായി സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ സജീവമായിരിക്കെ കടുത്ത സാമ്പത്തിക നിലപാടുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളോട് യുദ്ധച്ചെലവ് ആവശ്യപ്പെടുന്നത് പ്രസിഡന്റിന്റെ പരിഗണനയിലുള്ള കാര്യമാണെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് സ്ഥിരീകരിച്ചു. ഇക്കാര്യത്തിൽ പ്രസിഡന്റിന് വലിയ താല്പര്യമുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കുമെന്നാണ് ലെവിറ്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതേസമയം ഇറാൻ പരസ്യമായി പറയുന്ന കാര്യങ്ങളെല്ലാം രഹസ്യമായി ചർച്ച ചെയ്യുന്നതെന്നും വൈറ്റ് ഹൌസ് വക്താവ് ആരോപിച്ചിട്ടുണ്ട്. ഇറാന്റെ പരസ്യ പ്രസ്താവനകൾ പലപ്പോഴും തെറ്റായ വാർത്തകളാണെന്നും അടച്ചിട്ട മുറിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകൾ ശുഭസൂചനയാണ് നൽകുന്നതെന്നും ലെവിറ്റ് കൂട്ടിച്ചേർത്തു. എന്നാൽ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫുമായി അമേരിക്ക ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് ട്രംപ് അവകാശപ്പെട്ടെങ്കിലും ഗാലിബാഫ് ഇത് നിഷേധിച്ചു. അമേരിക്കൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ മറച്ചുവെക്കാനുള്ള തന്ത്രമാണ് ഇത്തരം വാർത്തകളെന്ന് അദ്ദേഹം ആരോപിച്ചു. സമാധാന കരാറിന് ഇറാൻ തയ്യാറായില്ലെങ്കിൽ രാജ്യം കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളും ശുദ്ധജല പ്ലാന്റുകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അമേരിക്കയുടെ സമാധാന നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യ ബോധമില്ലാത്തതാണെന്ന് പറഞ്ഞ് ഇറാൻ തള്ളിയതിനും ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതിനും പിന്നാലെയാണിത്. അതിനിടെ സൗദി അറേബ്യയിലെ അമേരിക്കൻ സൈന്യത്തെ പുറത്താക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ആവശ്യപ്പെട്ടു. സൗദിയെ സഹോദര രാജ്യമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണി അമേരിക്കൻ സൈന്യമാണെന്നും എക്സിൽ കുറിച്ചു. മേഖലയിൽ സംഘർഷം കൂടുതൽ ശക്തമായി തന്നെ തുടരുകയാണ്. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രയേൽ കരയുദ്ധം ആരംഭിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ലെബനനിൽ 3 UN സമാധാന സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടു. എന്നാൽ ഇവരുടെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് വ്യക്തമായിട്ടില്ല. ഇറാനുമായുള്ള യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കയുടെ സൈനിക ശേഖരത്തെയും ആഗോള പ്രതിരോധ സന്നദ്ധതയെയും സാരമായി ബാധിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങളിൽ അത്യാധുനിക മിസൈലുകൾ വൻതോതിൽ ഉപയോഗിക്കുന്നത് യുഎസിന്റെ ആയുധപ്പുരകളിൽ വലിയ കുറവുണ്ടാക്കുന്നതായാണ് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. പ്രത്യേകിച്ച് ടോമോഹോക്ക് ക്രൂയിസ് മിസൈലുകൾ, പാട്രിയറ്റ് ഇന്റർസെപ്റ്ററുകൾ എന്നിവയുടെ സ്റ്റോക്ക് അതിവേഗം തീരുന്നതായാണ് സൂചന. യുദ്ധം ആരംഭിച്ചതു മുതൽ ഇറാൻ ഏകദേശം 1200 ബാലിസ്റ്റിക് മിസൈലുകളും 4000-ലധികം ഡ്രോണുകളും തൊടുത്തുവിട്ടതായാണ് കണക്കുകൾ. ഇവയെ പ്രതിരോധിക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും അത്യാധുനിക പ്രതിരോധ മിസൈലുകൾ വൻതോതിൽ ഉപയോഗിക്കേണ്ടി വരുന്നു. സാധാരണയായി ഒരു മിസൈലിനെ തകർക്കാൻ 2 ഇന്റർസെപ്റ്റർ മിസൈലുകൾ വിക്ഷേപിക്കുന്ന ഷൂട്ട് ലൂക്ക് എന്ന രീതിയാണ് സൈന്യം പിന്തുടരുന്നത്. ഇതുവഴി പാട്രിയറ്റ്, PSC-3, GEMD തുടങ്ങിയ മിസൈലുകളുടെ ശേഖരം പകുതിയിലധികം കുറഞ്ഞതായി കരുതപ്പെടുന്നു. ഒരു പാട്രിയറ്റ് മിസൈലിന് ഏകദേശം $4 ദശലക്ഷം വില വരുന്നത് എന്നത് സാമ്പത്തികമായും വലിയ ആഘാതമാണ്. ഓരോ ടോമോഹോക്ക് മിസൈലിനും ഏകദേശം $2 ദശലക്ഷം ചിലവ്. യുദ്ധത്തിന്റെ ആദ്യ 48 മണിക്കൂറിൽ മാത്രം അമേരിക്ക $5.6 ബില്യൺ ആയുധങ്ങൾ ഉപയോഗിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. പ്രതിവർഷം വെറും 100 ടോമോഹോക്ക് മിസൈലുകൾ മാത്രമാണ് നിർമ്മാണ കമ്പനികൾക്ക് പുറത്തിറക്കാൻ പറ്റുന്നത്. എന്നാൽ 100 കണക്കിന് മിസൈലുകൾ ദിവസങ്ങൾക്കുള്ളിൽ ഉപയോഗിച്ച് തീർക്കുന്നത് ആയുധ വിതരണ ശൃംഖലയെ കനത്ത സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഈ കുറവ് നികത്താൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ സാഹചര്യം ചൈന ഉൾപ്പെടെയുള്ള മറ്റ് ആഗോള ഭീഷണികളെ നേരിടാനുള്ള അമേരിക്കയുടെ കഴിവിനെ ബാധിക്കുമോ എന്ന ആശങ്ക പെന്റഗണിനുണ്ട്. പസഫിക് മേഖലയിൽ ചൈനയുമായി ഒരു സംഘർഷമുണ്ടായാൽ ആവശ്യമായ മിസൈലുകൾ അമേരിക്കയുടെ പക്കൽ ഉണ്ടാകില്ല എന്ന ഭീതി ശക്തമാണ്. ഉക്രൈനിലേക്ക് അയക്കേണ്ടിയിരുന്ന ആയുധങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് വകമാറ്റുന്നതിനെ കുറിച്ച് US ആലോചിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ തങ്ങളുടെ ആയുധപ്പുരകൾ മലനിരകൾക്കുള്ളിലെ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ അതീവ സുരക്ഷിതമാക്കിയിരിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഇത്തരം ലക്ഷ്യങ്ങളെ തകർക്കാൻ കൂടുതൽ ശക്തിയേറിയ മിസൈലുകൾ ആവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ ആയുധ ശേഖരം കുറയുന്നത് US സൈനിക നയങ്ങളിൽ മാറ്റം വരുത്താൻ നിർബന്ധിതമാക്കിയേക്കാം.